ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് വിശുദ്ധ കുർബാന. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവൻ ഉറവിടവും പാരമ്യവുമാണ് വിശുദ്ധ കുർബാനയെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനായ ആരാധനക്രമത്തെക്കുറിച്ചുള്ള സാക്രോസാന്തോം കോൺസിലിയും, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനമായ സഭ കുർബാനയുടെ കൂട്ടായ്മ, അപ്പസ്തോലിക ലേഖനമായ നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും, ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനമായ സ്നേഹത്തിൻ്റെ കൂദാശ എന്നിവയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. പൗരസ്ത്യ സഭകളുടെയും പാശ്ചാത്യ സഭകളുടെയും കാനോന നിയമങ്ങളിലും പരിശുദ്ധ കുർബാനയുടെ ആവശ്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രബോധനങ്ങളിലൂടെയാണ് സഭ കുർബാനയെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്നത്. കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയും ഐക്യത്തിൻ്റെ അടയാളവും ഉപമയുടെ ബന്ധവും പെസഹ വിരുന്നുമാണ്. ഇതിൽ ക്രിസ്തു ദിവ്യഭോജനമായി തീരുകയും മനസ്സ് കൃപാവരം കൊണ്ട് നിറയ്ക്കുകയും നമുക്ക് ഭാവി മഹത്വത്തിൻ്റെ അച്ചാരം നൽകപ്പെടുകയും ചെയ്യുന്നു. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്പർ 1323. എല്ലാ കൂദാശകളും സഭാപരമായ എല്ലാ ശുശ്രൂഷകളും സഭയുടെ പ്രേക്ഷിത ദൗത്യ പ്രവൃത്തികളും കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. സഭയുടെ ആധ്യാത്മിക സമ്പത്ത് മുഴുവനും കുർബാനയിലാണ് അടങ്ങിയിരിക്കുന്നത്. പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് കുർബാനയെ മറ്റ് കൂദാശകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്പർ 1324. കുർബാനയുടെ ആഘോഷം വഴി നാം നമ്മെ തന്നെ സ്വർഗീയ ആരാധനയുമായി ഒന്നിപ്പിക്കുകയും നിത്യജീവിതം മുൻകൂട്ടി അനുഭവിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആകെത്തുകയും സംക്ഷിപ്ത രൂപവുമാണ് പരിശുദ്ധ കുർബാന. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്പർ 1327.